ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. ശ്യാമിൻ്റെ ആ വാക്കുകൾ എന്തോ അവൾക്ക് വല്ലാത്തൊരു സമാധാനം നൽകിയിരുന്നു. എങ്കിലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് തൻ്റെ വീട്ടുകാർ ഇവനുമായി കല്യാണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ വലിയ കുഴപ്പമില്ലെങ്കിലും ശ്യാമിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയ അച്ഛൻ്റെ സ്വഭാവം സുമതിയമ്മ വന്നതിനു ശേഷം മാറിയത് താൻ കണ്ടതാണ്. ഒരു നെടുവീർപ്പോടെ അവൾ കുറച്ച് മാത്രം എങ്ങനെയോ കഴിച്ച് എണീറ്റു. കുറച്ച് കഴിഞ്ഞതും വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവൻ അവളുടെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ വല്യേട്ടനും കുഞ്ഞുപെങ്ങളും പോകുന്നത് പോലെ ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം അത്രയും എടുത്തു കാണാവുന്നതായിരുന്നു. അവൾക്ക് കയറാൻ കാറിൻ്റെ ഡോറ് അവൻ തുറന്നു കൊടുത്തപ്പോൾ അവൾ പതിയെ കയറി. അവൾക്ക് പിറകെ അവനും കയറി. കാറിലേക്ക് കയറുന്നതിന് മുന്നേ അവളുടെ കൂട്ടുകാരി പൂർണിമ വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയെപ്പോലെ തന്നെ ഒരു കുഞ്ഞി പെണ്ണായിരുന്നു അവളും. വേറെ ആർക്കും പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വല്ലാത്തൊരു ദയനീയതയോടെ അവൾ പ്രഭാകരനെ നോക്കുന്നത് ശ്യാം കണ്ടിരുന്നു. അയാളുടെ കണ്ണിലും എവിടെയോ ഒരു നീർത്തിളക്കം ഉണ്ടായിരുന്നോ? അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. അവളും ഒരുപക്ഷെ അതായിരിക്കാം തിരഞ്ഞിരുന്നത്. രണ്ടുപേരുടെ ഉള്ളിലും ഒരു നെടുവീർപ്പുയർന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ അവൾ കണ്ണുകൾ അടച്ചു തന്നെ കാറിൽ ഇരുന്നു. അവനും അവളെ ശല്യപ്പെടുത്താൻ പോയതേയില്ല. ഏറെ നേരത്തെ യാത്രയ്ക്കു ശേഷം ആ കാറ് വലിയൊരു വീടിൻ്റെ മുറ്റത്ത് ചെന്നു നിന്നു. അവൻ പതിയെ അവളെ തട്ടി വിളിക്കുമ്പോൾ അവൾ കണ്ണു തുറന്ന് നോക്കി. നല്ലൊരു ഉറക്കം കഴിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് കാറിൽ കയറിയപ്പോഴേക്കും ഉറക്കം വന്നിരുന്നു. ഡോറ് തുറന്ന് അവൻ ഇറങ്ങിയതും അവന് പിന്നാലെ അവളും ഇറങ്ങി. പൂമുഖത്ത് നിലവിളക്കുമായി നിൽക്കുന്ന ഒരു സാധു സ്ത്രീയിലേക്ക് അവളുടെ നോട്ടം ചെന്നു നിന്നു. അത് അവൻ്റെ അമ്മയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. വല്ലാത്തൊരു ഐശ്വര്യം ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം വല്ലാത്തൊരു നിഷ്കളങ്കതയും. ഭവാനിയമ്മ അവൾക്ക് നേരെ നിലവിളക്ക് നീട്ടുമ്പോൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ തന്നോടുള്ള സ്നേഹവും കലർന്നിരുന്നതായി അവൾക്ക് തോന്നി. ഇതുവരെ തോന്നാത്തൊരു ആശ്വാസം ഒരു കാറ്റുപോലെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. തനിക്ക് നേരെ നീട്ടിയ നിലവിളക്ക് കണ്ടതും അവളുടെ നോട്ടം അവൾ അറിയാതെ തന്നെ അവൻ്റെ മുഖത്തെത്തി നിന്നിരുന്നു. അത് കണ്ടതും വാങ്ങിക്കോളാൻ അവൻ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. ആ നിലവിളക്കും വാങ്ങി അവൾ ആ വീടിൻ്റെ പടി വലതുകാൽ വെച്ച് കയറി. പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് വെക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇരു കണ്ണുകളും അടച്ചു നിൽക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അവൾക്കറിയില്ലായിരുന്നു. നല്ലൊരു ജീവിതം ഇനിയെങ്കിലും തരണേ എന്ന് മാത്രം അവൾ പ്രാർത്ഥിച്ചു. അവനും അവളോട് ചേർന്ന് കൈകൂപ്പി കണ്ണടച്ചു നിന്നു. പിന്നെ മധുരം കൊടുക്കലായിരുന്നു. വളരെ സ്നേഹത്തോടെ തന്നെയും അവനെയും ഇരുത്തി ആ ചടങ്ങ് നടത്തുന്ന അമ്മയെ അവൾ സ്നേഹത്തോടെ നോക്കി. പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അവിടെ. അപ്പോഴും മുറ്റത്ത് കല്യാണത്തിരക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവർക്കും ഇടയിലൂടെ ചിരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിനായി അവൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ചിരിച്ച് മാത്രം സംസാരിക്കുന്ന അവനെ അവൾ കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോഴേക്കും അവളുടെ പ്രായത്തിലുള്ള കുറച്ച് പേർ വന്ന് അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. വൈകുന്നേരത്തെ റിസപ്ഷന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി അവൾക്ക് വാങ്ങിവെച്ച ഡ്രസ്സ് കണ്ടപ്പോൾ അവളുടെ കണ്ണ് തള്ളി. ഒരുപാട് സ്വത്തിൻ്റെ അവകാശിയാണെങ്കിലും ഇതുവരെ ഒരു നല്ല ഡ്രസ്സ് പോലും തനിക്ക് വാങ്ങിത്തരുവാൻ സുമതിയമ്മ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ആയിരങ്ങൾ വില വരുന്ന ആ ഡ്രസ്സിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാം അങ്ങോട്ടേക്ക് കയറി വന്നത്. കണ്ണാടിക്ക് മുൻപിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരുന്ന അവളെ നോക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞായി അവളെ തോന്നി. കല്യാണത്തിന് വന്നപ്പോഴും അവളുടെ സൗന്ദര്യത്തെപ്പറ്റി പലരും അടക്കം പറയുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് അവനും അറിയാമായിരുന്നു.
അധികമല്ലാത്ത വെളുത്ത നിറവും നീണ്ട കണ്ണുകളും തിങ്ങി നിറഞ്ഞ കറുത്ത മുടിയും എല്ലാം അവളുടെ ഭംഗി കൂട്ടിയിരുന്നു. അതിൽ ഏറ്റവും ഭംഗി അവളുടെ നീണ്ട കണ്ണുകളാണെന്ന് അവന് തോന്നി. തനിക്ക് എങ്ങനെ അവളെ കിട്ടിയെന്നു കൂടി മറ്റുള്ളവർ അടക്കം പറയുമ്പോൾ ഉള്ളിലെവിടെയോ ഒരു ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. എങ്കിലും അതിലുപരി ആർക്കും വേണ്ടാത്ത ആ പാവം പെണ്ണിനെ ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ലോകം ഇനി താനായിരിക്കുമല്ലോ എന്ന അതിമനോഹരമായ ചിന്തയിൽ നിന്നായിരുന്നു ആ പുഞ്ചിരി ഉദയം കൊണ്ടത്. ശ്യാമിൻ്റെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വൈകുന്നേരത്തെ റിസപ്ഷന് അവളുടെ വീട്ടിൽ നിന്നും കുറച്ച് പേർ വന്നിരുന്നു. അവളുടെ കൂട്ടുകാരി പൂർണിമയും ഉണ്ടായിരുന്നു വന്നവരുടെ കൂട്ടത്തിൽ. അവൾ ഓടി വന്ന് ലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നത് അവനൊരു ചിരിയോടെ നോക്കി നിന്നു. അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചപ്പോൾ അവനും തിരിച്ചൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും മിഴികൾ കൊണ്ട് പരസ്പരം താങ്ങാവുന്നത് അവൻ ഒരു കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. എൻ്റെ ലക്ഷ്മിയെ നന്നായി നോക്കിക്കോളണേ ശ്യാമേട്ടാ. ഇതുവരെ ഇവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി കരയാതെ നോക്കേണ്ടത് ശ്യാമേട്ടനാണ്. പോകാൻ നേരം പൂർണിമ അവനോടത് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ശ്യാം അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടുമ്പോൾ ലക്ഷ്മി ഒന്നും പറയാതെ മിഴികൾ നിറച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞതും വന്നവരൊക്കെയും പോയി. ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം തൻ്റെ കൂടെ ചിരിച്ചു നിൽക്കുന്ന അച്ഛനെയും സുമതിയമ്മയെയും ആലോചിച്ചപ്പോൾ അവളുടെ ഉള്ളിലൊരു പുച്ഛം നിറഞ്ഞു. കാര്യങ്ങളൊന്നും വ്യക്തമായി അറിയില്ലെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും തന്നെ അവർക്ക് അവളോട് യാതൊരു താല്പര്യവും ഇല്ലെന്ന് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഉള്ളിലും അവരോടൊരു പുച്ഛം തോന്നിയിരുന്നു. എന്തിൻ്റെ പേരിലായാലും സ്വന്തം മകളെ വേദനിപ്പിക്കുന്നവരോട് പുച്ഛമല്ലാതെ മറ്റെന്ത് തോന്നാനാണ്, അവൻ ചിന്തിച്ചു. പരിപാടിയെല്ലാം ഒതുങ്ങുമ്പോൾ ഒത്തിരി നേരം വൈകിയിരുന്നു. അതുവരെയും തൻ്റെ കൂടെ തന്നെ നിന്ന അവനെ അവൾ ഒരു കൗതുകത്തോടെ നോക്കി. ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോൾ മാത്രം ഇപ്പോൾ വരാമെടോ എന്നും പറഞ്ഞ് ഓടിപ്പോയി തിരിച്ചു വരുന്നവനെ അവൾ അതിശയത്തോടെയാണ് നോക്കിയത്. അവൻ എത്ര കണ്ട് തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു എന്നവൾ ചിന്തിച്ചു. രാത്രിയിൽ ഫുഡ് കഴിക്കുമ്പോഴും അവൻ അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിനു ശേഷം അവിടുത്തെ ലോക്കൽ കലാപരിപാടിയായിരുന്നു. സ്പീക്കറിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന പാട്ടിനനുസരിച്ച് ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് അവൾ ഒരു കൊതിയോടെ നോക്കി നിന്നു. ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പോലും ഇതുവരെ തനിക്കായിട്ടില്ല. ഒരു വേള പാട്ടിന് അനുസരിച്ച് തനിക്കും കളിക്കണം എന്നവൾക്ക് തോന്നിപ്പോയി. സ്വയം അറിയാതെ പാട്ടിൽ ലയിച്ച് കാലുകൾ കൊണ്ട് താളം പിടിക്കുന്ന ലക്ഷ്മിയെ ശ്യാം കണ്ടിരുന്നു. പെട്ടെന്നാണ് ഒരു കൈ വന്ന് അവളുടെ കയ്യിൽ പിടുത്തമിട്ടത്. അവൾ ആരാണെന്ന് നോക്കുമ്പോഴേക്കും ആ കൈയുടെ ഉടമ അവളെയും കൂട്ടി ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നിരുന്നു. പതിയെ തൻ്റെ കയ്യിലെ പിടി അയഞ്ഞപ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. എല്ലാം മറന്ന് ഒന്ന് സന്തോഷിച്ചോ എന്ന് അവൻ്റെ കണ്ണുകൾ അപ്പോൾ അവളോട് പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും അവളും പതിയെ കളിച്ചു തുടങ്ങി. പതിയെ തൻ്റെ വിഷമങ്ങളെല്ലാം മാഞ്ഞു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം എല്ലാം മറന്നുകൊണ്ട് അവൾ അവർക്കൊപ്പം തുള്ളിച്ചാടി. അവളിൽ നല്ലൊരു നർത്തകി കൂടിയുണ്ടെന്ന് അവൻ അപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു. കല്യാണപ്പെണ്ണു കൂടി എല്ലാവരുടെയും കൂടെ കളിക്കാൻ തുടങ്ങിയതും കൂടി നിന്നവർക്കും ആവേശമായി. ആ ആവേശം പിന്നെ എപ്പോഴാണ് നിന്നത് എന്നറിയില്ല. ഒന്ന് കുളിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. താഴെ നിന്നും അപ്പോഴും ഒച്ചയും ബഹളവും കേൾക്കാമായിരുന്നു. പതിയെ ജനാലയ്ക്ക് അരികിൽ ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ അവിടെ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ വെള്ളമടിയാണെന്ന് അവൾക്ക് മനസ്സിലായതും ഒരു നിമിഷം അവൾ അവരെ ഒന്ന് സൂം ചെയ്ത് നോക്കി. വേറൊന്നുമല്ല, അവർക്കൊപ്പം ശ്യാം കൂടിയുണ്ടോ എന്നറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷ അവളിലപ്പോൾ ഉണ്ടായിരുന്നു. ശ്യാം കൂടി അവർക്ക് കൂടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു വേള അവൾക്കവനോട് എന്തിനെന്നറിയാത്തൊരു പരിഭവം തോന്നി. എന്നാൽ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. തനിക്ക് നേരെ നീട്ടിയ മദ്യ ഗ്ലാസ് അവൻ വാങ്ങാതിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ ബെഡിൽ വന്നിരുന്നു.
കുറച്ചു സമയം കൂടി കഴിഞ്ഞ് അവൻ അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് എന്തോ ആലോചിച്ചിരിക്കുന്ന അവളെയാണ്. തനിക്ക് ഉറക്കം വന്നെങ്കിൽ കിടന്നോളൂ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ക്ഷീണം നിറഞ്ഞ അവളുടെ കണ്ണുകളിൽ നോക്കി അവനത് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞിറങ്ങിയ അവൻ കാണുന്നത് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന അവളെയാണ്. ഇരുന്നുറങ്ങുന്ന അവളെ കണ്ടപ്പോൾ അവൻ അവളോട് പാവം തോന്നി. അവളെ നേരെ കിടത്തിയതിനു ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കിടന്നു. കണ്ണൊന്ന് അടഞ്ഞു വന്നപ്പോഴാണ് അരികിൽ നിന്നും അവൾ എഴുന്നേൽക്കുന്നത് പോലെ തോന്നിയത്. അവൻ പതിയെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ ജനലോരം ചെന്ന് പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. യാതൊരു അനക്കവുമില്ലാതെ നിൽക്കുന്ന അവളെ അവൻ ഒന്ന് നോക്കി. പതിയെ അവൾക്ക് അരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ട്. എന്തു പറ്റിയടോ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടിയതുപോലെ അവന് തോന്നി. അതിൽ നിന്നും അവന് മനസ്സിലായിരുന്നു അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന്. ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൾ വീണ്ടും പുറത്തേക്ക് നോക്കി. അവിടെ എന്താണെന്ന പോലെ അവനും ഒന്ന് പുറത്തേക്ക് തല എത്തിച്ചു നോക്കി. തെളിഞ്ഞു നിൽക്കുന്ന നിലാവും അതിനു ചുറ്റും കുറേ നക്ഷത്രങ്ങളും അല്ലാതെ അവനൊന്നും കണ്ടില്ല. പക്ഷേ അവളുടെ നോട്ടം അപ്പോഴും ആ ഒറ്റ നക്ഷത്രത്തിൽ ആയിരുന്നു. എന്താടോ, എന്താ പറ്റിയത്?